യേശു ക്രിസ്തു ആർക്ക് വേണ്ടി വന്നു, ആർക്ക് വേണ്ടി അവൻ ഇനിയും വരാൻ പോകുന്നു, ഇതിനെക്കുറിച്ച് ഇന്ന് നമുക്ക് പരിശോധിക്കാം. യേശു ക്രിസ്തു ആർക്ക് വേണ്ടി വന്നു, ആർക്ക് വേണ്ടി ഇനി അവൻ വരാൻ പോകുന്നു. നമുക്ക് ബൈബിളിലേക്ക് നോക്കാം. എബ്രായ ലേഖനം 9-ാം അധ്യായം 26 മുതൽ ഞാൻ വായിക്കാം. പേജ് നമ്പർ 229. എന്നാൽ യേശു യുഗാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കാൻ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. പ്രാർത്ഥനയോടെ നമുക്ക് വചനം ധ്യാനിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങൾ വീണ്ടും അവിടുത്തെ മുഖത്തേക്ക് നോക്കുന്നു. തിരുവചനം ധ്യാനിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് യേശു കർത്താവിന് മടങ്ങിയവരവിനെ കുറിച്ച്. ഇന്ന് നാം ഒരു പുതിയ വിഷയത്തിലേക്ക് കയറുന്നു. യേശു ക്രിസ്തു ആർക്ക് വേണ്ടി വരുന്നു? ഇത് പഠിക്കണമെങ്കിൽ അവൻ ആർക്ക് വേണ്ടി വന്നു എന്ന് പഠിക്കണം. അപ്പോൾ ഇന്ന് നാം ആരംഭിക്കുന്ന ഈ ചിന്താ വിഷയത്തെ മൂന്നായിട്ട് തിരിക്കാം. ഒന്ന്, അവൻ ആർക്ക് വേണ്ടി വന്നു, അവൻ ആർക്ക് വേണ്ടി പോയി, അവൻ ആർക്ക് വേണ്ടി വരുന്നു. അവൻ ആർക്ക് വേണ്ടി വന്നു, ഇതൊന്നാമത്തെ ചിന്താ വിഷയം. അതായത് യേശു ഈ ഭൂമിയിലേക്ക് വന്നതാർക്കു വേണ്ടി, എന്ന് വന്നു, എവിടെ വന്നു, ആർക്കത് പ്രയോജനം കിട്ടി. നമുക്കറിയാം, യേശു ഭൂമിയിൽ വന്നിട്ട് ഇപ്പോൾ 2000 വർഷം കഴിഞ്ഞു. ദൈവമില്ല എന്ന് പഠിപ്പിക്കുന്നവൻ പോലും ഒരു കലണ്ടർ എടുത്താൽ, ഒരു ഡയറി എടുത്താൽ AD BC എന്ന് പറഞ്ഞേ എഴുതാൻ പറ്റുള്ളൂ. ആര് സ്ഥാപിച്ചതായാലും ലോക കലണ്ടറിനെ രണ്ടാക്കി തിരിച്ച വ്യക്തിയുടെ പേര് യേശു. ബിഫോർ ക്രൈസ്റ്റ്, ആഫ്റ്റർ ഡെത്ത് എന്ന് വേണമെങ്കിൽ പറയാം. അന്നോ ഡൊമിനി, നമ്മുടെ കർത്താവിന്റെ വർഷമെന്നും ADക്ക് വ്യാഖ്യാനമുണ്ട്. ഒരു സാധാരണ പഠിതാവിന് ഇങ്ങനെ പറയാം: യേശുവിന് മുൻപ്, യേശുവിന് ശേഷം. പണ്ടൊരിക്കൽ ഒരു മനുഷ്യൻ, അയാള് നിയമ ബിരുദധാരിയായ ഒരു മനുഷ്യൻ, ക്രിസ്തുവിന്റെ ജനനം, ജീവിതം, ഉയർത്തെഴുന്നേൽപ്പ് തുടങ്ങിയ വസ്തുതകളെ നിഷേധിക്കുവാനുള്ള തെളിവ് അന്വേഷിച്ചു പോയി എന്ന് വായിച്ചിട്ടുണ്ട്. അദ്ദേഹം നിഷേധിക്കാൻ വേണ്ടി തെളിവുകൾ അന്വേഷിച്ച് പലസ്തീൻ നാട് ചുറ്റിക്കറങ്ങിയപ്പോൾ അദ്ദേഹം ഒരു സത്യസന്ധനായ എഴുത്തുകാരനായതുകൊണ്ട് കിട്ടിയ വസ്തുതകളെല്ലാം എഴുതി കൂട്ടി വന്നപ്പോൾ യേശുക്രിസ്തു ചരിത്ര പുരുഷൻ എന്നേ എഴുതാൻ പറ്റുകയുള്ളൂ. ചരിത്രത്തിൽ അങ്ങനെ ഒരാളില്ല എന്ന് സ്ഥാപിക്കാനാണ് അധ്വാനിച്ചതെങ്കിലും പേപ്പറുകളെല്ലാം കൂടെ കൂട്ടിവെച്ചപ്പോൾ യേശുക്രിസ്തു ചരിത്ര പുരുഷൻ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞൊരു വാചകം രസകരമാണ്. ഹിസ്റ്ററി എന്ന ഇംഗ്ലീഷ് വാക്കിനെ രണ്ടായിട്ട് മുറിക്കുക. ഹിസ് സ്റ്റോറി. ചരിത്രം എന്ന് പറഞ്ഞാൽ ഹിസ് സ്റ്റോറി, അവന്റെ കഥയാണ്. ലോക ചരിത്രം പഠിക്കണമെങ്കിൽ ക്രിസ്തുവിന് മുമ്പ്, ക്രിസ്തുവിന് ശേഷം എന്ന് പറഞ്ഞേ പഠിക്കാൻ പറ്റൂ. അപ്പൊ ചരിത്രത്തെ രണ്ടായി മുറിച്ചുകൊണ്ട് യേശു ചരിത്രത്തിന്റെ നടുവിൽ നിൽക്കുന്നു. നിഷേധിക്കാൻ പറ്റാത്ത തെളിവുകൾ തന്നുകൊണ്ട് യേശു ചരിത്ര പുരുഷനായിട്ട് നിൽക്കുന്നു. യേശു എവിടെയാണ് അവതരിച്ചത്? പലസ്തീൻ നാട്ടിലാണ്. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു? എന്തുകൊണ്ടത് കേരളത്തിൽ, കാശ്മീരിൽ, കന്യാകുമാരിയിൽ,
ആയിക്കൂടാ? ഉത്തരം: ഭൂലോകത്തിന്റെ മധ്യസ്ഥാനമെന്ന് ഭൂമിശാസ്ത്ര പഠനം നടത്തുന്നവർ പറയുന്ന സ്ഥലം ഏതാണെന്ന് താങ്കൾക്കറിയാമോ? മധ്യധരണിക്കടൽ എവിടെ ഏത് ഭാഗത്തൂടെ പോകുന്നു? ഭൂലോകത്തിന്റെ മധ്യസ്ഥാനമെന്ന് പലസ്തീൻ നാടിനെ വിളിക്കാമെന്ന് ഈ വിഷയത്തെക്കുറിച്ച് പഠിക്കുന്നവർ പറയുന്നു. അതെ, ഭൂലോകത്തിന്റെ മധ്യഭാഗത്ത് ലോകരക്ഷകൻ ജാതനാകുക എന്നുള്ളത് ഒരു സാമാന്യ നീതി മാത്രമാണ്. ഓക്കെ, ഒരു കൊച്ചു ഗ്രാമത്തിൽ ബേത്ലഹേമിൽ യേശു ജനിച്ചു. യേശു ജനിക്കുമ്പോൾ ബേത്ലഹേം കൂത്താട്ടുകുളത്തേക്കാൾ, എറണാകുളത്തേക്കാൾ, ആലുവയേക്കാൾ, നിങ്ങൾ അറിയുന്ന ഈ ഗ്രാമങ്ങളെക്കാൾ, പട്ടണങ്ങളെക്കാൾ ചെറിയൊരു സ്ഥലമായിരുന്നു. പ്രസിദ്ധമല്ലായിരുന്നു. ഒരു മാപ്പെടുത്താൽ ബേത്ലഹേമിന്റെ സ്ഥലം കാണാൻ പറ്റില്ല. കാരണം അത് മാപ്പിനകത്ത് രേഖപ്പെടുത്താൻ മാത്രം വലിപ്പം അതിനില്ല. എന്നാൽ ഇന്ന് ലോകത്തിൽ ഏറ്റവും പ്രസിദ്ധമായ സ്ഥലങ്ങളിൽ ഒന്നാണ് ബേത്ലഹേം. പുണ്യസ്ഥലമായി മാറി യേശുവോടെ ജനിച്ചതുകൊണ്ടാണ്, അല്ലേ? പലസ്തീൻ നാടിന് ഇത്രയും ഇമ്പോർട്ടൻസ് വന്നതും യേശുവിന്റെ ജനനമാണ്. നമ്മുടെ വിഷയം യേശു എവിടെ ജനിച്ചു, ആർക്ക് വേണ്ടി, അവന്റെ വരവ് ആർക്ക് വേണ്ടി എന്നറിഞ്ഞാലല്ലേ അവൻ പോയത് ആർക്ക് വേണ്ടി എന്നറിയാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് അവൻ വരുന്നത് ആർക്ക് വേണ്ടി എന്നറിയാൻ പറ്റുള്ളൂ. ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. അവൻ വന്നത് ആർക്ക് വേണ്ടി? ചുരുക്കി പറയാം, അവൻ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. എബ്രായർ 9:26. അവൻ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. യേശു ഒരിക്കൽ ഈ ഭൂമിയിൽ പ്രത്യക്ഷനായി. യേശു ഈ ഭൂമിയിൽ മനുഷ്യനായി ഒരു കാലഘട്ടത്തിൽ ജീവിച്ചു. എന്തിനു വേണ്ടി? ഉത്തരം: സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ അവൻ പ്രത്യക്ഷനായി. അവൻ നല്ല ഉപദേശങ്ങൾ തന്നിട്ടുണ്ട്. അവന്റെ ഉപദേശങ്ങളോട് നമുക്കിഷ്ടമാണ്. പക്ഷേ അവന്റെ മരണത്തെക്കുറിച്ച് താങ്കൾ അറിഞ്ഞിട്ടുണ്ടോ? അവന്റെ മരണത്തിന്റെ അർത്ഥവും ഉദ്ദേശവും താങ്കൾ ഗ്രഹിച്ചിട്ടുണ്ടോ? വചനം ശ്രദ്ധിക്കൂ. അവൻ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. മറ്റൊരു വചനം, ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. സ്നേഹിതരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ക്രിസ്തു വന്നതെന്തിന്? അവൻ പാപപരിഹാരം വരുത്താൻ വന്നു. എങ്ങനെ? സ്വന്തം യാഗം കൊണ്ട്. ആടിനെയും കാളയെയും കോഴിയെയും യാഗം കഴിക്കുന്ന സമൂഹങ്ങൾ അന്നുണ്ടായിരുന്നു, ഇന്നുമുണ്ട്. മനുഷ്യനെ കുരുതി കൊടുക്കുന്ന ആളുകൾ ഈ വിദ്യാഭ്യാസമുള്ള കാലത്ത് ഇന്ത്യയിലുണ്ടല്ലോ. എല്ലാ വർഷവും 4-5 കേസുകൾ പോലീസ് ഇടപെട്ട് പിന്തിരിപ്പിച്ചതോ പിടിച്ചതോ ഒക്കെ പത്രത്തിൽ വരുന്നുണ്ട്. പത്രക്കാർക്ക് കിട്ടാത്ത എത്ര മനുഷ്യക്കുരുതികൾ ഈ ഇന്ത്യയിൽ ഇപ്പോഴും നടക്കുന്നു. അങ്ങനെ മനുഷ്യൻ മുതൽ പക്ഷി, മൃഗജാതി, ഇഴജന്തുക്കളെ വരെ യാഗം കഴിക്കുന്ന, പിന്നെ വെളിച്ചെണ്ണയും മെഴുകുതിരിയും മറ്റും യാഗം കഴിക്കുന്ന ഈ മണ്ണിൽ, ഈ മനുഷ്യ സമൂഹത്തിൽ യേശു ഒരു യാഗം നടത്തിയ കാര്യം എനിക്ക് നിങ്ങളോട് ഉറക്കെ പറയാൻ ആഗ്രഹമുണ്ട്. വാക്യം ഇതാണ്: യേശു സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. യേശു രോഗികളെ സൗഖ്യമാക്കിയ കാര്യവും, വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുത്ത കാര്യവും, നീതി നിഷേധിക്കപ്പെട്ടവർക്ക് നീതി നടത്തിക്കൊടുത്ത കാര്യവും ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. അത് എല്ലാവർക്കും ഇഷ്ടവുമാണ്. എന്നാൽ അവൻ മരണത്തിലൂടെ ഒരു വലിയ കാര്യം ചെയ്തിട്ടുണ്ട്. അവന്റെ മരണമാണ് ഞങ്ങളുടെ പ്രസംഗ വിഷയം. പൗലോസ്ലീഹ ഇങ്ങനെ പ്രസംഗിച്ചു: ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു.
ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അവന്റെ മരണത്താൽ മനുഷ്യ സമൂഹത്തിന് ലഭിക്കുന്ന പാപമോചനത്തെ കുറിച്ച് പറയുവാനാണ് ഞങ്ങൾ ഈ പ്രോഗ്രാമിലൂടെ പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളും ക്രിസ്തീയ സമൂഹങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങളാൽ കഴിവത് ഞങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതുകൊണ്ടൊന്നും പരിഹരിക്കപ്പെടാൻ പറ്റാത്ത വിഷയമാണ് സുവിശേഷത്താൽ പരിഹരിക്കപ്പെടുന്നത്. വീട് വെച്ചു കൊടുത്താൽ നല്ല കാര്യമാണ്. പക്ഷേ വീടിനകത്ത് ആത്മഹത്യ ചെയ്യുന്നവരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? വീടില്ലാത്തത് കൊണ്ടാണോ? വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കുന്നത് നല്ലതാണ്. പക്ഷേ വിദ്യാസമ്പന്നർ പൊട്ടാസ്യം സൈനൈഡ് കഴിച്ച് മരിക്കുന്നതിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? രോഗികളെ ശുശ്രൂഷിച്ച് സഹായിക്കുന്നത് നല്ലതാണ്. പക്ഷെ ആരോഗ്യമുള്ളവർ ആത്മഹത്യ ചെയ്യുന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? കൊലപാതകത്തെക്കുറിച്ചും വിവാഹമോചനത്തെക്കുറിച്ചും നരഹത്യയെക്കുറിച്ചും നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ ആഴ്ചത്തെ പത്രവാർത്ത ഹൃദയമുള്ളവരെ എല്ലാം കരയിപ്പിക്കുന്നതാണ്. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം, യേശു ഇപ്പോൾ എവിടെ, എന്തു ചെയ്യുന്നു? എബ്രായ ലേഖനം 9-ാം അധ്യായം 24-ാം വാക്യം, പേജ് നമ്പർ 229. എബ്രായർ 9:24. ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാകുവാൻ സ്വർഗത്തിലേക്ക് അത്രേ പ്രവേശിച്ചത്. ക്രിസ്തു നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാകുവാൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഈ വചനത്തിനായിട്ട് നന്ദി. മിശിഹാ തമ്പുരാൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ തിരുവെഴുത്തുകളെ തെളിയിച്ച് വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ കേൾവിക്കാരുടെ ഹൃദയം കത്തുന്ന അനുഭവം ഉണ്ടായതായി ഞങ്ങൾ ഓർക്കുന്നു. അതുപോലെ ഞങ്ങൾക്ക് ഇന്ന് തിരുവചനത്തെ തെളിയിച്ചു തരണമേ. പല ഭവനങ്ങളിൽ പല സാഹചര്യത്തിൽ അവിടുത്തെ വചനത്തിനായിട്ട് ദാഹിച്ചിരിക്കുന്ന സഹോദരിമാർ, സഹോദരന്മാർ, അപ്പച്ചന്മാർ, അമ്മച്ചിമാർ, കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരങ്ങളാൽ അവരെ ആശീർവദിക്കണമേ. വചനം ഗ്രഹിപ്പാൻ കൃപ നൽകണമേ. യേശുവിൻ നാമത്തിൽ ഈ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. യേശു ഇപ്പോൾ എവിടെയാണ്? യേശു ഇപ്പോൾ എന്ത് ചെയ്യുന്നു? സാധാരണ മനുഷ്യരെ പോലെ പറയുകയാണെങ്കിൽ യേശു മരിച്ചുപോയി. പക്ഷേ ഇവിടെ ഈ വേദഭാഗത്ത് യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന 3 വാക്കുകൾ, അവൻ പ്രത്യക്ഷനായി, അവൻ ഇപ്പോൾ പ്രത്യക്ഷനായിരിക്കുന്നു, അവൻ നാളെ പ്രത്യക്ഷനാകും. എബ്രായർ 9:24 മുതൽ 28 വരെ പ്രത്യക്ഷത 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 എന്ന് പറഞ്ഞിരിക്കുന്നു. എന്താ പ്രത്യക്ഷത എന്ന് പറഞ്ഞാൽ? ജനനമെന്നാണോ? അല്ല. ഒരു നാടകത്തിൽ ഒരു ഭാഗം 3 പേർ ചേർന്ന് അഭിനയിക്കുന്നു. അല്പമിനിറ്റുകൾക്ക് ശേഷം കർട്ടൻ വീഴുന്നു. വീണ്ടും കർട്ടൻ മാറുമ്പോൾ പുതിയൊരാൾ പ്രത്യക്ഷനാകുന്നു. അതിനുശേഷം കർട്ടൻ വീഴുന്നു. വീണ്ടും കർട്ടൻ മാറുമ്പോൾ വേറെ ചിലർ പ്രത്യക്ഷമാകുന്നു. അവരാരും അപ്പോൾ ജനിച്ചതല്ല, അവരപ്പോൾ പ്രത്യക്ഷനായതാണ്. ഇതുപോലെ യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഈ വാക്കുകൾ ശ്രദ്ധിക്കുക. അവൻ യുഗാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്താൻ ഒരിക്കൽ പ്രത്യക്ഷനായി, ഇനിയും തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ രണ്ടാമത് പ്രത്യക്ഷനാവും. ഇപ്പോൾ അവൻ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പ്രത്യക്ഷനായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവൻ പാപപരിഹാരം വരുത്താൻ ഈ ഭൂമിയിൽ പ്രത്യക്ഷനായി,
ഇപ്പോൾ അവൻ നമുക്ക് വേണ്ടി സ്വർഗത്തിൽ പ്രത്യക്ഷനായിരിക്കുന്നു. നാളെ അവൻ നമുക്ക് വേണ്ടി ഭൂമിയിൽ പ്രത്യക്ഷനാകും. ഇതിൽ ഒന്നാമത്തേതും രണ്ടാമത്തേതും ഇപ്പൊ നടന്നു. രണ്ടാമത്തെ നടന്നുകൊണ്ടിരിക്കുന്നു. കർട്ടൻ വീണിട്ടില്ല, അവൻ പ്രത്യക്ഷനായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയല്ല, സ്വർഗത്തിൽ. മൂന്നാമത്തേത് അവൻ പ്രത്യക്ഷനാകും. ഇവിടെ ഓർക്കുക, 2000 കൊല്ലം മുമ്പ് അവൻ മറിയയിലൂടെ ജാതനായപ്പോൾ അത് ജനിക്കുകയല്ലായിരുന്നു, പ്രത്യക്ഷനാകുകയായിരുന്നു. പ്രത്യക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അപ്പോൾ ജനിക്കുകയല്ല, കർട്ടന് പിന്നിൽ നിന്നയാള് കർട്ടൻ മാറ്റി പുറത്തു വന്നു. അപ്പോൾ ക്രിസ്തു 2000 വർഷം മുമ്പ് മനുഷ്യന്റെ കണ്ണുകൾക്ക് കാണാവുന്ന രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടതാണ് ബേത്ലഹേമിൽ കണ്ട യേശു. ഇപ്പോൾ അവൻ നമുക്ക് അപ്രത്യക്ഷമായിരിക്കുന്നു. സ്വർഗത്തിൽ പിതാവായ ദൈവത്തിന്റെ മുൻപിൽ പ്രത്യക്ഷനായിരിക്കുന്നു. വാക്യത്തിലെ പ്രയോഗം ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ വാക്ക് എനിക്ക് വേണ്ടി ഒരു അഡ്വക്കേറ്റ് കോടതിയിൽ ഹാജരാകുന്നത് പോലെയാണ്. എന്റെ വക്കീല് കേസ് വിളിക്കുമ്പോൾ കോടതിയിലുണ്ടെങ്കിൽ ഞാനുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. എന്റെ വക്കീൽ അവിടെ ഉണ്ടെങ്കിൽ എന്റെ കേസിന് ഉത്തരവാദിയുണ്ട്, എനിക്ക് ഉത്തരവാദിയുണ്ട്. എന്റെ കാര്യം അവിടെ പ്രസന്റ് ചെയ്യും, എനിക്ക് ന്യായമായ ഒരു വിധി സമ്പാദിക്കും. എന്റെ കാര്യങ്ങൾ ഞാൻ അവതരിപ്പിക്കുന്നതിനേക്കാൾ നന്നായിട്ട് അറിവോടെ പക്വതയോടെ ന്യായാധിപന്റെ മുൻപിൽ ന്യായാധിപൻ പറയുന്ന നിയമത്തിനൊത്തവണ്ണം എനിക്ക് വേണ്ടി വാദിക്കാൻ, എനിക്ക് വേണ്ടി സംസാരിക്കാൻ, എന്റെ വിഷയം ഭംഗിയായി പ്രസന്റ് ചെയ്യാൻ, അവതരിപ്പിക്കാനാണ് എന്റെ വക്കീൽ അവിടെ നിൽക്കുന്നത്. അയാൾക്ക് ഞാൻ അതിന് ഫീസ് കൊടുക്കണം. അദ്ദേഹം എനിക്ക് വേണ്ടിയാണ് ആ കോർട്ട് ഇട്ടിരിക്കുന്നത്. അദ്ദേഹം ആ ബെഞ്ചിൽ ഇരിക്കുന്നത് എനിക്ക് വേണ്ടിയാണ്. എനിക്ക് വേണ്ടി അദ്ദേഹം കോടതിയിൽ ഹാജരാകുന്നു. ഞാൻ എല്ലാ ദിവസവും ഹാജരാകണ്ട, പറയുന്നെന്ന് ചെന്നാൽ മതി. എനിക്ക് വേണ്ടി അദ്ദേഹം അവിടെ പ്രസന്റ് ആണ്. എന്റെ പേര് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ എന്റെ കേസ് നമ്പർ വിളിക്കുമ്പോൾ ഞാനല്ല പ്രസന്റ് സാറെന്ന് പറയുന്നത്, എന്റെ വക്കീലാണ് പറയുന്നത്. ഈ ആശയത്തിലാണ് ഈ വചനം എഴുതി വച്ചിരിക്കുന്നത്. ഇപ്പോൾ അവൻ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഹാജരാകുന്നു. അതിനുവേണ്ടി അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ക്രിസ്തു ഇപ്പോൾ എവിടെ? സ്വർഗത്തിൽ. എന്ത് ചെയ്യുന്നു? വായിച്ചു കേൾപ്പിക്കാം. റോമാലേഖനം 8-ാം അധ്യായം 34-ാം വാക്യം, പേജ് നമ്പർ 160, 160, 8:34. ക്രിസ്തുയേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. ക്രിസ്തു ഇപ്പോൾ എവിടെ? സ്വർഗത്തിൽ. പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. എന്തു ചെയ്യുന്നു? നമുക്ക് വേണ്ടി പക്ഷവാദം. അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? കോടതി ഭാഷയാണ്. എനിക്ക് വേണ്ടി വാദിക്കുന്നു. ഈ വിഷയങ്ങളാണ് തുടർമാനമായി വേദപുസ്തകം പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത്. കേവലം ഒരു യോഗത്തിൽ പോവുകയോ ഒരു പ്രസംഗം കേൾക്കുകയോ ചെയ്യുന്ന ആൾക്ക് ക്രിസ്തുവിനെ കുറിച്ച് ഒരു 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 ഭാഗമേ കാണാൻ പറ്റുകയുള്ളൂ.
ഒരു ഭാഗം, അതായത് ഒരു വീടിന്റെ ഫോട്ടോ കണ്ടിട്ട് വീട് കണ്ടെന്ന് പറയുന്നത് പോലെയേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഭൂപടം, ഭൂലോകത്തിന്റെ മാപ്പ് കണ്ടിട്ട് ഭൂലോകം കണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിരിക്കും അല്ലേ? യേശുവിനെ പറ്റി ഒരു പ്രഭാഷണം കേട്ടേച്ച് യേശുവിനെ എനിക്കറിയാം എന്ന് പറഞ്ഞാൽ ഭൂലോകം കണ്ടെന്ന് മാപ്പ് നോക്കിയേച്ച് പറയുന്ന പോലെ ഇരിക്കും. അതുകൊണ്ടാണ് വിശ്വാസത്തിലേക്ക് വന്നാലോ ബൈബിൾ വായിച്ചാലോ അല്ല, ഈ ഒരായുസ് മുഴുവനും നിങ്ങൾ ഭക്ഷണം കഴിക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്യുന്നത് പോലെ ദൈവവചനം ധ്യാനിക്കണം. അങ്ങനെ വായിക്കുകയും ധ്യാനിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുമ്പോഴാണ് ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടുകൾ പൂർണ്ണമാകുകയുള്ളൂ. യേശു ഇപ്പോൾ എവിടെ? സ്വർഗത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്ത്. എന്തു ചെയ്യുന്നു? നമുക്ക് വേണ്ടി പ്രത്യക്ഷനായിരിക്കുന്നു. പിതാവിന്റെ സന്നിധിയിൽ പക്ഷവാദം ചെയ്യുന്നു. നമുക്ക് വചനത്തിലൂടെ തന്നെ പോകാം. റോമർ 8:34 കുറിച്ചെടുത്ത് വായിച്ച് മനഃപ്പാഠമാക്കുക. വചനം കേൾക്കുന്നതിൽ ചിലരൊക്കെ നന്നായി പഠിക്കുന്നവരുണ്ട്. വചനം കുറിച്ചെടുത്ത് മനഃപ്പാഠമാക്കുക. 8:34 ക്രിസ്തുയേശു മരിച്ചവൻ സത്യമാണല്ലേ? കുരിശിൽ മരിച്ചു, തീർന്നില്ല, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. 3 അവൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിന്റെ മടങ്ങിയവരവിനെ കുറിച്ച് അറിയണമെങ്കിൽ ഇതറിയണം. അവൻ വന്നത്, പോയത്, വരുന്നത്, 3ആയിട്ട് ആ കാര്യം പഠിക്കണം. അപ്പോൾ അവൻ മരിച്ചു, അതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ചിന്തിച്ചതാണല്ലോ. അവിടുന്ന് അവൻ ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് പോയി. അവൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. അതെ, അവൻ വന്നു, അവൻ പോയി, അവൻ മടങ്ങി വരും. പക്ഷെ ഇപ്പോൾ അവൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു, നമുക്ക് വേണ്ടി പ്രത്യക്ഷനായിരിക്കുന്നു, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു, നമുക്ക് വേണ്ടി. ഈ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം മറ്റൊരു വചനത്തിലൂടെ വിശദീകരിക്കാം. എബ്രായർ 7:25, പേജ് നമ്പർ 228, വാക്യം 25. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. താൻ മുഖാന്തരം, യേശു മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. അപ്പോൾ യേശു ഇപ്പോൾ എന്ത് ചെയ്യുന്നു? അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എന്തിനു വേണ്ടി? നമ്മെ പൂർണ്ണമായി രക്ഷിപ്പാൻ. പ്രിയപ്പെട്ടവരെ, യേശു കർത്താവിനെ മടങ്ങിയവരവിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇത് പഠിക്കാതെ പറ്റില്ല. യേശുവിന്റെ രക്ഷണ്യ വേലയെ 3ആയിട്ട് തിരിക്കാം. 1 ആത്മാവിന്റെ രക്ഷ, 2 ദേഹിയുടെ രക്ഷ, 3 ദേഹത്തിന്റെ രക്ഷ. മനുഷ്യൻ ത്രിവിധ ഘടകങ്ങളുടെ ഉടമയാണ്: ദേഹം, ദേഹി, ആത്മാവ്. ഇതിൽ ഏറ്റവും ഇന്നർ പാർട്ട്, ആന്തരിക അവയവം, ആന്തരിക ഭാഗമാണ് ആത്മാവ്. അതിനുശേഷമുള്ള ഭാഗമാണ് മനസ്സ് എന്ന് വിളിക്കുന്ന നിങ്ങളുടെ ഉള്ളിലെ ആളത്വം, ദേഹി എന്ന് ബൈബിൾ വിളിക്കുന്നു. പുറമേ കാണുന്ന ഈ ഭാഗമാണ് ദേഹം, ശരീരം എന്ന് വിളിക്കുന്നത്. ഈ ദേഹം എവിടെയുണ്ടോ അവിടെയെല്ലാം അതിന് തൊട്ട് താഴെയായി കാണുന്ന ഭാഗമാണ് ദേഹി. വീണ്ടും ഉള്ളിൽ അതേപോലെ നിൽക്കുന്ന ഭാഗമാണ് ആത്മാവ്. ഈ ആത്മാവാണ് ഈ വ്യക്തിയെ നിയന്ത്രിക്കുന്ന ഘടകം. യഥാർത്ഥത്തിൽ ഈ ആത്മാവാണ് ഇവനെ ദൈവത്തെ കുറിച്ച് ചിന്തിപ്പിക്കുന്നത്.
അപ്പോൾ ആത്മാവ് ദൈവബോധം നൽകുന്നു, ദേഹി സ്വയബോധം നൽകുന്നു, ദേഹം ലോകബോധം നൽകുന്നു. വിശദീകരിക്കാം. ആത്മാവ് ദൈവത്തെക്കുറിച്ചുള്ള ചിന്തകളും ബോധങ്ങളും ധ്യാനങ്ങളും ആരാധനകളുമായിട്ട് ബന്ധിച്ചു നിൽക്കുന്നു. വയറ് നിറയെ ഭക്ഷണം കഴിച്ചാലും മനസ്സിന് സുഖമില്ലെങ്കിൽ സുഖമില്ലെന്ന് നിങ്ങൾ പറയും. അപ്പൊ ചോറും ചപ്പാത്തിയും മറ്റ് ഭക്ഷണ സാധനങ്ങളും കൊണ്ട് മനസ്സിന് തൃപ്തി കിട്ടത്തില്ല. മനസ്സിന് തൃപ്തി കിട്ടാൻ മറ്റെന്തെങ്കിലും ചിലത് വേണം. ഇത് രണ്ടും കൊണ്ട് ആത്മാവിന് തൃപ്തി കിട്ടത്തില്ല. ആത്മാവിന് തൃപ്തി കിട്ടാൻ മറ്റു ചിലത് വേണം. അപ്പോൾ ആത്മാവിന്റെ തൃപ്തി ആത്മീയ കാര്യങ്ങളാൽ മാത്രമേ ലഭിക്കത്തുള്ളൂ. എന്നാൽ മൃഗങ്ങൾക്ക് അത് വേണ്ട. മൃഗങ്ങൾക്ക് ചാപ്പാട് കിട്ടിയാൽ തന്നെ ഏറെക്കുറെ വിഷയം തീർന്നു. പക്ഷെ മനുഷ്യന് ചാപ്പാട് കിട്ടിയാലൊന്നും മനുഷ്യന്റെ വിഷയം തീരില്ല. മനുഷ്യന് ചാപ്പാട് കൊടുത്താൽ വിഷയം കൂടുകയാണ്. ആത്മീയമായും മാനസികമായും പക്വതയില്ലാത്ത മനുഷ്യന് ചാപ്പാട് കിട്ടിയാൽ അവൻ വേറെ പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ മാനസികമായും ആത്മീയമായും പക്വതയും സമാധാനവും അവന് കിട്ടുകയാണ് മനുഷ്യനെ സംബന്ധിച്ച് ഇമ്പോർട്ടന്റ് ആയ കാര്യം. ഇതിൽ മനുഷ്യന്റെ ആത്മാവാണ് പാപത്താൽ മലിനപ്പെട്ടത്. ഈ ആത്മാവ് മരിച്ചു കിടക്കുന്നെന്ന് ബൈബിൾ പറയുന്നു. പാപത്താൽ മലിനപ്പെട്ട് പ്രവർത്തന ക്ഷമമല്ലാത്ത, പ്രവർത്തിക്കുന്ന നിലയിലല്ലാത്ത നിർജീവ അവസ്ഥയിലാണ് മനുഷ്യന്റെ ആത്മാവ് ഇപ്പോൾ ഇരിക്കുന്നത്. ഈ നിർജീവ ആത്മാവിനെ ജീവിപ്പിക്കുന്നത് സുവിശേഷത്തിന്റെ ശുദ്ധവായു ചെല്ലുമ്പോഴാണ്. ദൈവവചനത്തിന്റെ ആ പ്രകാശനം ചെല്ലുമ്പോൾ മനുഷ്യന്റെ അകത്തെ ആത്മാവ് ഉയർത്തെഴുന്നേൽക്കുന്നു, ജീവൻ പ്രാപിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്താൽ മനുഷ്യന് ലഭിക്കുന്ന രക്ഷ ഇവന്റെ ആത്മാവിന്റെ രക്ഷയാണ്. കഴിഞ്ഞ പല മീറ്റിങ്ങുകളിൽ നമ്മൾ ചിന്തിച്ചതും നിങ്ങൾ പലരും മനസ്സിൽ തീരുമാനിച്ച് പ്രാർത്ഥിച്ചതുമായ കാര്യമുണ്ടല്ലോ. യേശുവിനെ ഞാൻ എന്റെ കർത്താവായി സ്വീകരിക്കുന്നു, ക്രിസ്തുവിന്റെ മരണത്തെ ഞാൻ അംഗീകരിക്കുന്നു, യേശുവിനെ എന്റെ രക്ഷകനായി ഞാൻ സ്വീകരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ രക്ഷിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടല്ലോ. സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? നിങ്ങളുടെ അകത്തുറങ്ങിക്കിടന്ന ആത്മാവ് ഉയർത്തെഴുന്നേൽക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാമോ? ആത്മീയ കാര്യങ്ങളോടൊരു വിശപ്പുണ്ടാകും. ജീവനില്ലെങ്കിൽ വിശപ്പില്ല, ജീവനുണ്ടെങ്കിൽ വിശപ്പുണ്ട്. പക്ഷെ വിശക്കും ആഹാരം കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്കറിയാം ആ ജീവൻ കൊണ്ട് ഗുണമില്ല. ഒരു ദിവസം, 2 ദിവസം, 3 ദിവസം കഴിയുമ്പോൾ ആ ജീവൻ വീണ്ടും നഷ്ടപ്പെടുക. അപ്പൊ നിങ്ങളൊരു ധ്യാനയോഗത്തിനോ ഒരു സുവിശേഷ യോഗത്തിനോ പോയി, നല്ല മീറ്റിംഗാ, ഇത് മറ്റാരും പറയുന്ന പോലെ അല്ലല്ലോ, ഇതൊരു പ്രത്യേക കാര്യമാണല്ലോ, എന്ത് സംഭവിച്ചെന്നറിയാമോ? നിങ്ങൾക്ക് ഇത്രയും കാലം മനസ്സിനും ശരീരത്തിനുമേ എന്തെങ്കിലും കിട്ടിയിട്ടുള്ളൂ. ആത്മാവിനെ തൊടുന്ന, ആത്മാവിനെ ചലിപ്പിക്കുന്ന ദൈവവചനം നിങ്ങളുടെ അകത്തേക്ക് വന്നപ്പോൾ നിങ്ങളുടെ അകത്തുറങ്ങിക്കിടന്ന മൂന്നാമത്തെ ആ വ്യക്തി, അതായത് ആത്മാവ്, കണ്ണു തുറന്നു. അപ്പോൾ മുതൽ നിങ്ങൾക്ക് ആത്മീക കാര്യങ്ങളിൽ ഒരു പുതിയ ചിന്ത, ഒരു പുതിയ അന്വേഷണം, വിശപ്പ്, ദാഹം, ആവേശം, അന്വേഷണം, ഉത്സാഹം, ഉന്മേഷം വർദ്ധിക്കാൻ തുടങ്ങി. ആ വിശപ്പിന് ആഹാരം വേണം. ആഹാരം എവിടെയുണ്ട്? ബൈബിൾ പറയുന്നു, യേശു പറയുന്നു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. അങ്ങനെ മനുഷ്യനെ ജീവിപ്പിക്കുവാൻ അവന് കൊടുക്കുന്ന നല്ല ആഹാരമാണ്
ദൈവത്തിന്റെ വചനം. ഈ വചനം കൊടുത്ത് ഇവനെ വളർത്തണം. ഈ വചനത്തിന് മറ്റൊരു പേര് 1 പത്രോസ് 2:1. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ. 1 പത്രോസ് 2:1-2. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനം എന്ന മായമില്ലാത്ത പാല് കുടിപ്പാൻ വാഞ്ചിപ്പീൻ. മറ്റൊരു ഭാഗത്ത് എബ്രായർ 4-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇതിനെക്കുറിച്ച് നിങ്ങളോട് പറവാൻ ആവശ്യമുണ്ടെങ്കിലും തെളിയിച്ചു തരുവാൻ വിഷമമായിരിക്കുന്നു. നിങ്ങൾക്ക് കട്ടിയായ ആഹാരമല്ല പാലത്രേ കുടിപ്പാൻ ആഗ്രഹം. നിങ്ങൾ വളർച്ച പ്രാപിച്ചിട്ടില്ലല്ലോ. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ, ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അന്ന് നിങ്ങൾക്ക് ഭക്ഷിപ്പാൻ പ്രായമില്ലായിരുന്നു, നിങ്ങൾക്ക് പാലായിരുന്നു വേണ്ടത്. അന്ന് ഞാൻ നിങ്ങൾക്ക് പാല് തന്നു. എന്നാൽ ഇന്ന് നിങ്ങൾക്ക് ആഹാരം തരാമെന്ന് ഞാൻ വിചാരിച്ചപ്പോൾ നിങ്ങൾക്കിപ്പോഴും പാലാണ് ആവശ്യം, കാരണം നിങ്ങൾ വളർന്നിട്ടില്ല. 1 കൊരിന്ത്യർ 3, എബ്രായർ 4, 1 പത്രോസ് 2. ഇത് പുതുതായിട്ട് കേൾക്കുന്നവർക്ക് ഒരു പക്ഷേ കിട്ടിയില്ലെങ്കിലും സ്ഥിരം കേൾക്കുന്നവർക്ക് ഈ വചനങ്ങൾ നോട്ട് ചെയ്യാം. നിർബന്ധമായിട്ട് നോട്ട് ചെയ്യണം. നിങ്ങളൊരു വിശ്വാസം തുടങ്ങി വെച്ചിട്ടുണ്ട്, പക്ഷെ വളരണം. നിങ്ങളുടെ അകത്തൊരു കൊച്ചു വിത്ത് മുളച്ചിട്ടുണ്ട്, അത് വളരണം. നിങ്ങളുടെ അകത്തൊരു ആത്മാവ് ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്, അത് വളരണം. നിങ്ങളുടെ അകത്ത് ക്രിസ്തു ജനിച്ചിട്ടുണ്ട്, അവൻ വളരണം. അങ്ങനെ പൂർണ്ണ വളർച്ചയിലേക്ക് വരുമ്പോഴാണ് നിങ്ങളിൽ ക്രിസ്തുവിന്റെ സ്വഭാവം പുറത്തു വരുന്നത്. ദീർഘക്ഷമ, സ്നേഹം, സൗമ്യത, ഇതിന്റെ യഥാർത്ഥ ആൾരൂപമായിരുന്നു യേശു. ദീർഘക്ഷമ മനുഷ്യാവതാരം എടുത്താൽ എങ്ങനെ ഇരിക്കും? യേശു. സ്നേഹം കയ്യും കാലും തലയും വെച്ച് ഭൂമിയിൽ വന്നാൽ എങ്ങനെ ഇരിക്കും? യേശുവിനെ നോക്കിയാൽ മതി. സൗമ്യതയ്ക്ക് ഒരു മനുഷ്യരൂപമുണ്ടെങ്കിൽ യേശു. ജ്ഞാനത്തിനൊരാൾ രൂപമുണ്ടോ? യേശു. പക്വതയുടെ തികഞ്ഞ വ്യക്തിത്വം യേശു. വിവേകാനന്ദ സ്വാമികളോട് ചോദിക്ക്, ലോകം കണ്ടതിലേക്കും പക്വതയുള്ള ഗുരു ആര്? വിവേകാനന്ദൻ പറയും യേശു. വിവേകാനന്ദ സ്വാമി പറഞ്ഞ വാക്ക്, യേശു ജീവിച്ചിരുന്ന കാലത്ത് ഞാനുണ്ടായിരുന്നെങ്കിൽ കണ്ണുനീരുകൊണ്ടല്ല അവന്റെ കാല് നനയ്ക്കുക, എന്റെ ഹൃദയത്തിലെ ചോര കൊണ്ട് ഞാൻ അവന്റെ കാലുകളെ കഴുകുമായിരുന്നു എന്ന് ലോകം കണ്ടതിലേക്ക് അറിവുള്ള ഒരു മനുഷ്യൻ വിളിച്ചു പറഞ്ഞെങ്കിൽ അവനാണ് യേശു. അവന്റെ ജീവിതം, അവന്റെ സ്വഭാവം നമ്മിലൂടെ പുറത്തു വരുവാനാണ് നാം ക്രിസ്തുവിനെ സ്വീകരിക്കുന്നത്. നമ്മൾ വിഷയം വിട്ടു പോകാതെ തിരിച്ചു വരട്ടെ. ഇന്നത്തെ സന്ദേശത്തിന്റെ ഒടുവിലേക്ക് വരുന്നു. ക്രിസ്തു ലോകത്തിൽ വന്നത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിപ്പാൻ. കഥ തീർന്നില്ല. അവൻ ഉയർത്തെഴുന്നേറ്റു, അവൻ സ്വർഗത്തിലേക്ക് പോയി. പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി ഇപ്പോൾ അവൻ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് വേണ്ടി ആർക്ക് വേണ്ടി ക്രിസ്തു മരിച്ചുവോ അവർക്ക് വേണ്ടി, ആര് ക്രിസ്തുവിനെ വിശ്വസിച്ചുവോ അവർക്ക് വേണ്ടി, ആര് ക്രിസ്തുവിനെ അംഗീകരിച്ചുവോ അവർക്ക് വേണ്ടി, ആര് ക്രിസ്തുവിനെ വിളിക്കുന്നുവോ അവർക്ക് വേണ്ടി, ആര് ക്രിസ്തുവിനെ ആരാധിക്കുന്നുവോ അവർക്ക് വേണ്ടി, ആര് ക്രിസ്തുവിനെ അനുസരിച്ചുവോ അവർക്ക് വേണ്ടി, ആര് ക്രിസ്തുവിന് വേണ്ടി ലോകത്തെ വെറുത്തുവോ അവർക്ക് വേണ്ടി, ആര് ക്രിസ്തുവിന് വേണ്ടി നിന്ന സഹിക്കുന്നുവോ അവർക്ക് വേണ്ടി, ആര് ക്രിസ്തുവിന് വേണ്ടി അപമാനം സഹിക്കുന്നുവോ അവർക്ക് വേണ്ടി, ആര് കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നുണ്ടോ, ആര് കർത്താവിനെ സാക്ഷിക്കുന്നുണ്ടോ, ആര് യേശുക്രിസ്തുവിന് വേണ്ടി ഭൂമിയിൽ ജീവിക്കുന്നുണ്ടോ അവർക്ക് വേണ്ടി അവൻ ഇപ്പോൾ സ്വർഗത്തിൽ പക്ഷവാദം ചെയ്യുന്നു. വളരെ വിവരിക്കേണ്ട വിഷയമാണ്, തുടരും. അതാണ് ഞാൻ വിവരിച്ചു വരുന്നത്. ഒന്നാമത്തെ വരവിൽ അവന്റെ മരണത്തിലൂടെ, അവന്റെ യാഗത്തിലൂടെ നമ്മുടെ ആത്മാവിന് രക്ഷ കൈവന്നു.
നമ്മുടെ അകത്ത് കിടന്ന ആത്മാവ് ജീവിച്ചു. മരിച്ചു കിടന്ന ആത്മാവ്. എഫേസ്യർ 2:1 അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. ക്രിസ്തുവിന്റെ മരണത്താൽ നമ്മുടെ അകത്ത് ജീവൻ വന്നു. ഇതാണ് സുവിശേഷത്തിന്റെ കാതൽ. കാമ്പും കൂമ്പും വേരും അത് തന്നെയാണ്. ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്താൽ നമ്മുടെ ആത്മാവിന്റെ ശിക്ഷ മാറിപ്പോയി. ഇത് വിശ്വസിക്കുന്നവന്, ഈ സുവിശേഷം കേട്ട് അംഗീകരിക്കുന്നവന് അന്തരാത്മാവിൽ ജീവൻ വന്നു. അന്നു മുതൽ അവൻ ആത്മീകമായി വളരാൻ തുടങ്ങി. 40 വയസ്സുള്ള ഒരു മനുഷ്യൻ സുവിശേഷം കേൾക്കുന്നു. അപ്പോൾ അവന്റെ ദേഹത്തിന് 40 വയസ്സുണ്ട്, പക്ഷെ അവന്റെ ആത്മാവ് മരിച്ചു കിടക്കുക. 40ാമത്തെ വയസ്സിൽ അവൻ സുവിശേഷം കേട്ടു. അവന്റെ ആത്മാവ് ഉയർത്തെഴുന്നേറ്റു, ജീവിച്ചു. അവന്റെ ആത്മാവിന് 1 വയസ്സ്. അപ്പൊ 40 വയസ്സുള്ള മനുഷ്യൻ 2 കൊല്ലം വിശ്വാസി ജീവിച്ചപ്പോൾ അവന് 42 വയസ്സ്. പക്ഷെ അവനിലുള്ള ക്രിസ്തുവിന്, അവനുള്ള ആത്മാവിന് 2 വയസ്സ്. അപ്പൊ ദേഹത്തിന് വളർച്ചയുണ്ട്, ആത്മാവിന് വളർച്ച കുറവാണ്. 60ാമത്തെ വയസ്സിലാ യേശുവിനെ അറിയുന്നതെങ്കിലോ അവന് സമയം ഇനി വളരെ കുറവാണ്. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യണം? ഉള്ള സമയം തക്കത്തിൽ ഉപയോഗിക്കുക. കർത്താവിനെ അറിയുക, കർത്താവിനെ പിന്നെയും അറിയുക, യേശുവിനെ അറിയുക. ജീവൻ, സമാധാനം, സൗഖ്യം, സ്വാതന്ത്ര്യം, സ്നേഹം ഒക്കെ അനുഭവത്തിലൂടെ രുചിക്കുവാൻ യേശുവിനെ അറിയുക. വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയുടെ മുമ്പിൽ നാം ഒരുമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ യേശു ഇപ്പൊ എവിടെ? സ്വർഗത്തിൽ. എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? അതാണ് വിഷയം. നമ്മുടെ ദേഹിയുടെ രക്ഷ നടന്നുകൊണ്ടിരിക്കുന്നു. അടിസ്ഥാനപരമായ വേദോപദേശ സത്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കിടുന്നത്. തുടർച്ചയായി വചനം കേൾക്കുന്നവർക്ക് ഇത് മനസ്സിലാവും. അല്ലാത്തവരും ശ്രദ്ധിച്ചാട്ടെ പ്ലീസ്. ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചവർക്ക് വേണ്ടി ക്രിസ്തു പക്ഷപാതം ചെയ്യുന്നു. വായിച്ചു തോർക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് താൻ മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ അവൻ ജീവിക്കുന്നു. അപ്പൊ യേശു ക്രിസ്തുവിലൂടെ ദൈവത്തിലേക്ക് വരുന്ന, രക്ഷിക്കപ്പെടുന്ന ഈ പാപികൾക്ക് വേണ്ടി യേശു ഇപ്പൊ പക്ഷപാതം ചെയ്യുകയാണ്. 1 യോഹന്നാൻ 2:1 കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. നിങ്ങൾ അഥവാ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അതായത് കർത്താവിനെ സ്വീകരിച്ചു, ഞാനൊരു പുതിയ മനുഷ്യനായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു, ഞാൻ മദ്യപാനം നിർത്തുന്നു, ഞാൻ ദുർനടപ്പ് വിടുന്നു, ഞാൻ ലോകത്തിന്റെ പാപ വഴികളെയും വിഗ്രഹാരാധനയും വിടുന്നു, ഞാൻ യഥാർത്ഥത്തിൽ യേശുവിനെ മാത്രം ഇനി ആരാധിക്കും, യേശുവിനോട് മാത്രം പ്രാർത്ഥിക്കും എന്നൊക്കെ തീരുമാനം എടുത്തു. പക്ഷെ പിറ്റേ ദിവസം ഒരു വഴക്കുണ്ടായി. ആവശ്യമില്ലാത്തതൊക്കെ ഇടപെട്ടു. ഒരാൾ നിർബന്ധിച്ചു, കള്ളുകുടിച്ചു പോയി. ഇങ്ങനെയൊക്കെ കുഴഞ്ഞു മറിഞ്ഞ് അനേക ആളുകൾ എൻ്റെ അടുക്ക് വന്നിട്ടുണ്ട്. സുഹൃത്തുക്കളെ, പേടിക്കണ്ട. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. 1 യോഹന്നാൻ 2:1 അഥവാ പാപം ചെയ്താലോ ക്രിസ്തു നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ ഉണ്ടെന്ന്. അപ്പൊ ക്രിസ്തു ഇപ്പൊ എന്ത് ചെയ്യാന്നറിയാവോ? പാപപരിഹാരയാഗം വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടവർക്ക് വേണ്ടി അവൻ സപ്പോർട്ട് ചെയ്യുന്നു, പക്ഷപാതം ചെയ്യുന്നു. ഒരു കോടതിയിൽ ഒരു അഡ്വക്കേറ്റ് എനിക്ക് വേണ്ടി ഹാജരാകുന്നത് പോലെ രക്ഷിക്കപ്പെട്ട നിങ്ങൾക്ക് വേണ്ടി യേശു ഇപ്പൊ പിതാവിന്റെ സന്നിധിയിൽ നിൽക്കുന്നു എപ്പോഴും. അതുകൊണ്ട് ഇഷ്ടം പോലെ പാപം ചെയ്തോളാനല്ല, ജീവിതത്തിലെ അറിവില്ലായ്മകളെയും തെറ്റുകുറ്റങ്ങളെയും അതാത് ദിവസം കർത്താവിനോട് ഏറ്റു പറഞ്ഞാൽ നിങ്ങൾക്കൊരു ജയമുള്ള ജീവിതം നയിക്കാൻ പറ്റും. പാപത്തിന്മേൽ ജയം അവൻ തരും, ശാപത്തിന്മേൽ ജയം അവൻ തരും, പിശാചിന്മേലും എല്ലാ ലോകശക്തികളുടെ മേലും യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജയം തരും. യേശു ഇപ്പോൾ എവിടെ? സ്വർഗത്തിൽ. എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? രക്ഷിക്കപ്പെട്ടവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. വിഷയം തീർന്നിട്ടില്ല. നിശ്ചയമായിട്ട് നാളെ കേൾക്കണം. മറ്റുള്ളവരെ കൂടെ ഉത്സാഹിപ്പിക്കണം, പ്രാർത്ഥിക്കാം. മനുഷ്യന് ലഭിക്കുന്ന രക്ഷ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് വരും. എങ്കിലും വിശദമായി വ്യക്തമായി നമുക്ക് ചിന്തിച്ചു പോകാം. എബ്രായ ലേഖനം 9-ാം അധ്യായം 27-ാം വാക്യം. പല പ്രാവശ്യം നാം വായിച്ചുകൊണ്ടിരിക്കുന്ന വചനമാണ് 27-ാം വാക്യം. ഒരിക്കൽ മരിക്കയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ
ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. ഇവിടെ ക്രിസ്തുവിന്റെ മരണവും ക്രിസ്തുവിന്റെ മടങ്ങിവരവും ഈ വചനത്തിൽ കാണാം. ക്രിസ്തുവിന്റെ മരണം നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ട്, ക്രിസ്തുവിന്റെ മടങ്ങിവരവ് നമ്മുടെ രക്ഷയ്ക്കായിട്ട്. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ ദയവായി മറിച്ചു നോക്കുക. 230 പേജിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു: തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി യേശു രണ്ടാമത് പ്രത്യക്ഷനാകും. അങ്ങനെയെങ്കിൽ ഇപ്പോൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നത് ശരിയാണോ? യേശു വരുമ്പോഴല്ലേ നാം രക്ഷിക്കപ്പെടുകയുള്ളൂ? നോക്കൂ, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. ഇത് വാസ്തവത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി. അപ്പൊ തനിക്കായി കാത്തു നിൽക്കുന്നവരെ രക്ഷിപ്പാൻ യേശു ഇനി വരുമെന്ന്. അപ്പൊ ഈ വചനം വെച്ചുകൊണ്ട് ചിന്തിച്ചാൽ യേശു ഇനി വരുമ്പോഴാണ് നാം രക്ഷിക്കപ്പെടുന്നത്. അപ്പൊ ഇവിടെ ചില കാര്യങ്ങൾ ബൈബിളിൽ നിന്ന് നാം പഠിക്കാം. അപ്പൊ ഇപ്പോ രക്ഷിക്കപ്പെടാൻ പറ്റുമോ? ഇപ്പോൾ രക്ഷിക്കപ്പെട്ടു എന്ന് ചിലർ പറയുന്നുണ്ടല്ലോ. പെടണം എന്ന് പ്രസംഗത്തിലൂടെ പലപ്പോഴും പറയാറുണ്ടല്ലോ. യേശു വരുമ്പോഴേ രക്ഷിക്കപ്പെടൂ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? വിശദീകരിക്കാം. മനുഷ്യന് ദേഹം, ദേഹി, ആത്മാവ് എന്ന 3 ഘടകങ്ങൾ ഉള്ളവനാണ്. ഇതിൽ ദേഹം എന്ന് പറയുന്നതാണ് ബോഡി, ശരീരം. ഇതിൽ നിങ്ങളുടെ കൈയും കാലും കണ്ണും മൂക്കും ശരീരം മുഴുവൻ ഉൾപ്പെടുന്നു. ഈ ശരീരം ലോകത്തോട് ബന്ധപ്പെടാനുള്ളതാണ്. ദർശനം, സ്പർശനം, ഇങ്ങനെ ഈ പഞ്ച ഇന്ദ്രിയങ്ങൾ കൊണ്ട് നാം ലോകത്തെ അറിയുന്നു. കേട്ട്, കണ്ട്, തൊട്ട്, രുചിച്ചൊക്കെ നമ്മളിങ്ങനെ ലോകത്തെ അറിയുന്നു. അതിനാണ് നമ്മുടെ ദേഹം വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ ദേഹം ലോകത്തോട് ബന്ധപ്പെട്ടതാണ്. വിശേഷാൽ ഇത് മണ്ണിൽ നിന്ന് എടുത്തതുമാണ്. ഇത് മണ്ണിലേക്ക് തിരികെ ചേരുകയും ചെയ്യും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇത് മണ്ണാണ്. എന്നാൽ ഇത് മണ്ണ് മാത്രമല്ല. ഇതിനകത്ത് നിങ്ങളുടെ ആളത്വം ഉണ്ട്. അതുവരെ കുറെ പേരൊക്കെ അംഗീകരിക്കും. അതായത് പുറമേ ഉള്ള ഒരു മനുഷ്യനും അകമയുള്ള ഒരു മനുഷ്യനും, അത്രയൊക്കെ കുറെ പേരെല്ലാം അംഗീകരിക്കുന്നുണ്ട്. മനസ്സ് അതിനെ അംഗീകരിക്കുന്നുണ്ട്. അതിൻ്റെയും ഉള്ളറയിലേക്ക് കടന്ന് ആത്മാവ് എന്നൊരു യാഥാർത്ഥ്യം കുറച്ചു പേരെ അംഗീകരിക്കുന്നുള്ളൂ. വേദപുസ്തകത്തിന്റെ കാഴ്ചപ്പാട്, മനുഷ്യനെ സൃഷ്ടിച്ച് തമ്പുരാന്റെ തന്നിരിക്കുന്ന ഈ പുസ്തകത്തിലെ കാഴ്ചപ്പാട് ഇങ്ങനെയാണ്: ലോകത്തെ അറിയാൻ, ലോകത്തോട് ബന്ധപ്പെട്ടത് മണ്ണിൽ നിന്നെടുത്ത ഈ ദേഹവും സ്വയബോധം നൽകി എന്നെ തന്നെ അറിയുവാൻ എന്നിൽ ഇരിക്കുന്ന ഞാൻ എന്ന വ്യക്തി രണ്ടാമത്തേതും, ദൈവബോധം നൽകി ദൈവത്തെ അറിയുവാൻ അതിൻ്റെയും അന്തർഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ആത്മാവെന്ന 3ാമത്തെ ഭാഗവും ഉൾപ്പെട്ടതാണ് മനുഷ്യൻ.
പഠിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ പറയാം. ലോകത്തെക്കുറിച്ചുള്ള ബോധം തരുന്നത് ശരീരം, എന്നെക്കുറിച്ചുള്ള സ്വയബോധം തരുന്നത് മനസ്സ് അല്ലെങ്കിൽ ദേഹി, ദൈവബോധം തരുന്നത് ആത്മാവ്. ഇനി ഇതിൽ ഏതാണ് പ്രധാനം? ഇതിൽ പ്രധാനം ആത്മാവാണ്. പക്ഷേ ആത്മാവ് ശരീരത്തിലാണ് വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശരീരം പ്രധാനപ്പെട്ടതാണ്. ബൈബിളിൽ 1 കൊരിന്ത്യർ 3:16 ഇങ്ങനെ വായിക്കുന്നു. 1 കൊരിന്ത്യർ 3:16, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? അപ്പോൾ നിങ്ങൾ അറിയണം. എന്തറിയണം? ഈ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്, അതിൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് വസിക്കുന്നു. അപ്പൊ 3 കാര്യം ആ വാക്യത്തിലുണ്ട്. നിങ്ങൾക്ക് ആ വചനം വേണമെങ്കിൽ എടുത്തു നോക്കാം, നമുക്ക് ധൃതിയില്ല. കുറച്ച് കാര്യമേ ഗ്രഹിച്ചുള്ളെങ്കിലും അത് നന്നായി ഗ്രഹിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. 1 കൊരിന്ത്യർ എന്ന് പറയുന്ന പുസ്തകത്തിലേക്ക് ദയവായി നമുക്ക് ഒരുമിച്ച് പോകാം. അതിന്റെ 3-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം എന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു, അതിന്റെ ഉള്ളിൽ ദൈവാത്മാവ് വസിക്കുന്നു. എന്നിട്ട് അടുത്ത വാക്ക് ശ്രദ്ധിക്കൂ, ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുന്നു. അപ്പൊ മന്ദിരം എന്ന് പറഞ്ഞത് ശരീരമാണ്. ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. അപ്പൊ നടുക്ക് നിൽക്കുന്ന വ്യക്തിയോടാണ് സംസാരിക്കുന്നത്. അതാണ് വ്യക്തി. തോമസ്, ബോബൻ, രാഘവൻ, രവീന്ദ്രൻ, മേരി, ലക്ഷ്മി, സീത, ഈ പറഞ്ഞ വ്യക്തി ഇതിന്റെ സെന്ററിൽ നിൽക്കുന്നു. ശരീരം പുറമേ നിൽക്കുന്നു. ഈ ശരീരത്തെ നിങ്ങൾ നശിപ്പിക്കരുതെന്ന്. എങ്ങനെയാ നശിപ്പിക്കുന്നത്? ഈ ശരീരം എങ്ങനെയാണ് നിങ്ങൾ നശിപ്പിക്കുന്നത്? ഇതിനെ നിങ്ങൾ വൃത്തികേടുകൾക്ക് വേണ്ടി വിട്ടുകൊടുക്കുമ്പോൾ നിങ്ങൾ അതിനെ നശിപ്പിക്കുകയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ശരീരം നശിപ്പിക്കൽ പ്രധാനമായും വ്യഭിചാരത്തെ ഉദ്ദേശിച്ചാണ് ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. 1 കൊരിന്ത്യർ ലേഖനത്തിൽ ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവൻ എന്ന് സൂക്ഷ്മമായി പറഞ്ഞിരിക്കുന്നത് ദൈവം വെച്ചിരിക്കുന്ന കുടുംബ വ്യവസ്ഥയ്ക്ക് പുറത്തുള്ള ലൈംഗിക ബന്ധങ്ങളെയാണ് ഈ ഭാഗത്ത് ശക്തമായിട്ട് പരിശുദ്ധാത്മാവ് വാൺ ചെയ്തിരിക്കുന്നു. വളരെയധികം ധാർമ്മികമായി കുത്തഴിഞ്ഞ ഒരു സമൂഹമായിരുന്നു അന്ന് ഈ ഗ്രീസിൽ ഉണ്ടായിരുന്നത്. അവിടെ ആരംഭിച്ച ഒരു ക്രിസ്തീയ പ്രവർത്തനത്താൽ മാനസാന്തരം വന്ന ഒരു സമൂഹത്തിന് വേണ്ടി എഴുതിയ ഒരു ബോധവൽക്കരണ ലെറ്റർ, ഒരു കത്താണ് ഈ ലേഖനം. അതിനകത്ത് പറയുകയാണ്, നിങ്ങൾ, അത് ആ വ്യക്തിയുടെ വ്യക്തിത്വത്തെ വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ ദൈവത്തിന് മന്ദിരമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ താമസിക്കുന്ന ഈ ബോഡി ദൈവം തന്ന കെട്ടിടമാണ്. അതിനെ നിങ്ങൾ നശിപ്പിക്കരുത്. കഞ്ചാവിനും സിഗരറ്റിനും കള്ളിനും വേണ്ടി നിങ്ങൾ ഈ ശരീരം കൊടുത്താൽ നിങ്ങൾ അതിനെ നശിപ്പിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നശിപ്പിക്കരുത് എന്ന് ശക്തമായ ഭാഷയിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുകയാണ്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള എൻ്റെ ഈ സന്ദേശം ശ്രദ്ധിക്കുന്ന എല്ലാ സ്നേഹിതരോടും ഞങ്ങൾക്ക് വളരെ ബഹുമാനമുണ്ട്. എന്നാൽ ഒരു സുവിശേഷകൻ എന്ന നിലയിൽ നിങ്ങളുടെ വീട്ടിൽ ഈ ടെലിവിഷനിലൂടെ വരാൻ നിങ്ങൾ ഞങ്ങളെ അനുവദിച്ചല്ലോ, വളരെ നന്ദി. നിങ്ങളുടെ എല്ലാം വീട്ടിൽ വരാൻ ഒരു പക്ഷേ ഞങ്ങൾക്ക് ഈ ആഴ്ച നേരം കിട്ടിയെന്ന് വരില്ല, നിങ്ങൾക്ക് സമയം കിട്ടിയെന്ന് വരില്ല. എന്നാൽ ഈ ഒരു കേബിളിലൂടെ
ഈ ഒരു കാസറ്റിലൂടെ, ഈ ഒരു എപ്പിസോഡിലൂടെ നിങ്ങളുടെയൊക്കെ വീട്ടിൽ വരാൻ നിങ്ങൾ ഞങ്ങളെ അനുവദിച്ചല്ലോ. അതുകൊണ്ട് നിങ്ങളോട് ആരും പറയാൻ ധൈര്യപ്പെടാത്ത ഒരു സത്യം ഞങ്ങൾ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നേഹത്തോടെ പറയട്ടെ. നിങ്ങളുടെ ഈ ശരീരം നിങ്ങളുടേതല്ല കേട്ടോ. ദൈവം നിങ്ങൾക്ക് ദാനമായി തന്നതാണ്. നിങ്ങളുടെ ആ ആത്മാവിന്, നിങ്ങളുടെ ആ വ്യക്തിത്വത്തിനും ഒരു കുറെ കാലം താമസിക്കാൻ, ഒരു 100 കൊല്ലം താമസിക്കാൻ 100 കൊല്ലത്തെ ഗ്യാരണ്ടിയിൽ തന്നിരിക്കുന്ന ഒരു കൂടാണിത്. ഇത് നിങ്ങൾ നശിപ്പിക്കരുത്. ഇത് നിങ്ങൾക്ക് ദുരുപയോഗം ചെയ്യാൻ അനുവാദമില്ല. നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യാൻ അനുവാദമില്ലെന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ദാരിദ്ര്യമോ കടഭാരമോ കുറ്റബോധമോ അതൊക്കെ നിങ്ങൾ ഉടമസ്ഥനോട് പറയൂ, പരിഹാരം ഉണ്ടാക്കാം. നിങ്ങളൊരു മിക്സി മേടിച്ചുകൊണ്ട് വന്നു, കേടുവന്നാൽ ഉടനെ നിങ്ങളത് അടുപ്പിലിടുകയാണോ ചെയ്യുക? നിങ്ങളൊരു കാർ മേടിച്ചുകൊണ്ട് വന്നു, ഹോണ്ട സിറ്റി, നല്ല കാറാണ്. പക്ഷെ നിങ്ങളെന്തോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്തോ ഒരു ട്രബിള്, ഉടൻ തന്നെ നിങ്ങൾ പെട്രോൾ ഒഴിച്ച് കത്തിക്കുമോ? അത് ഇല്ല. 5 പ്രാവശ്യം നന്നാക്കിയിട്ട് നന്നായില്ല, 6ാം പ്രാവശ്യം നിങ്ങൾ എന്ത് ചെയ്യും? കത്തിക്കുമോ? ഇല്ല. നിങ്ങൾ വില കൊടുത്ത് വാങ്ങിയതായതുകൊണ്ട് നിങ്ങളത് വീണ്ടും റിപ്പയർ ചെയ്യും. ശരിയാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഈ ശരീരം രോഗം വരട്ടെ, കടഭാരം വരട്ടെ, കുടുംബ പ്രശ്നം വരട്ടെ, നിങ്ങൾക്കതിനെ നശിപ്പിക്കാൻ അനുവാദമില്ല. ആത്മഹത്യ ചെയ്യാൻ നിങ്ങൾക്ക് അനുവാദമില്ല. ആത്മഹത്യ ചെയ്താൽ നിങ്ങൾ രക്ഷപ്പെട്ടു എന്നാണോ ധരിക്കുന്നത്? അല്ല, നേരെ നിങ്ങൾ സെൻട്രൽ ജയിലിലേക്ക് പോവുകയാണ്. ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. നിങ്ങൾ ഈ ശരീരത്തിന് പുക കൊടുക്കുന്നു, പുക. ഈ മന്ദിരം നശിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ തന്നെ പണം കൊടുത്ത് ചെയ്യുന്ന ഒരു കാര്യമാണത്. സിഗരറ്റ് പാക്കറ്റിന്റെ പുറത്ത് എഴുതി വെച്ചിരിക്കുന്നു, സിഗരറ്റ് വലിയ ആരോഗ്യത്തിന് ഹാനികരം. അപ്പോ അത് തന്നെ നിങ്ങൾ ശരീരത്തിൽ നശിപ്പിക്കുന്നു. വീണ്ടും അത് നിങ്ങളുടെ ആത്മാവിനെയും കൂടെ നശിപ്പിക്കുന്നു. ഇതൊന്നും നിങ്ങളോട് ആരും പറഞ്ഞു തരുന്നില്ല. സിഗരറ്റ് പാക്കറ്റിന്റെ പുറത്ത് ചെറുതായിട്ട് ലെൻസ് വെച്ചാലേ വായിക്കാൻ പറ്റുള്ളൂ ഇത് ആരോഗ്യത്തിന് ഹാനികരാന്നുള്ളത്. എല്ലാ മദ്യഷാപ്പിന്റെയും വാതിക്കൽ എനിക്ക് തോന്നുന്നു AK ആന്റണി സർക്കാരിന്റെ കാലത്താണെന്ന് തോന്നുന്നു എഴുതി വെപ്പിച്ചു, മദ്യപാനം ആരോഗ്യത്തിന് നല്ലതല്ല. പക്ഷെ അതൊന്നും വായിക്കാൻ പറ്റുന്നില്ല. കള്ളെന്നുള്ളതേ വായിക്കാൻ പറ്റുള്ളൂ, കാരണം അത് വലിയ അക്ഷരത്തിലാണ്. മറ്റേത് വളരെ ചെറുതായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്, ആരെയോ തൃപ്തിപ്പെടുത്താൻ വേണ്ടി എഴുതിയെന്നേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്കറിയാം, നിങ്ങൾ നിങ്ങളുടെ ആ ശരീരത്തെ, നിങ്ങളുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ നശിപ്പിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നശിപ്പിക്കുന്നു. നിങ്ങൾക്ക് ദൈവം തന്ന പരിപാവനമായ ഫാമിലി, ആ കുടുംബം നിങ്ങൾ തകർക്കുന്നു. ഒടുവിൽ നിങ്ങൾ വളരെ വിലപിക്കും. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതൊന്നും പിന്നെ തിരിച്ചു പിടിക്കാൻ പറ്റാതെ വരും. ഒരിക്കലും ഒരു മദ്യപാനിയുടെ കുടുംബം രക്ഷപ്പെട്ടിട്ടില്ല. ഇനി മദ്യം വിൽക്കുന്നവന്റെ കുടുംബമോ? നിങ്ങൾ ദേഷ്യം പിടിക്കാതെ, നിങ്ങളെ ഈ കുഴിയിൽ നിന്ന് കരകയറ്റാൻ കഴിവുള്ള കർത്താവായ യേശുവിന്റെ നാമത്തിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ വിൽക്കുന്ന ഒരു കുപ്പി മദ്യം ഒരു മാറാരോഗിയെ സൃഷ്ടിക്കുന്നു. അടുത്ത കുപ്പി മദ്യം ഒരു കൊലപാതകം സൃഷ്ടിക്കുന്നു. അടുത്ത 3ാമത്തെ കുപ്പി ഒരാത്മഹത്യ സൃഷ്ടിക്കുന്നു. മറക്കണ്ട, ഈ പണം നിങ്ങൾ നിങ്ങളുടെ തലമുറയ്ക്ക് ഉപയോഗിക്കാമെന്നാണോ ധരിക്കുന്നത്? മദ്യം വിൽക്കുന്ന ധനം നിങ്ങളുടെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും പ്രയോജനപ്പെടുമെന്ന് ധരിക്കരുത്. വൈകിയാണെങ്കിലും സത്യം നിങ്ങളോട് സുവിശേഷത്താൽ വിളിച്ചു പറയുകയാണ്. മനുഷ്യനെ നശിപ്പിക്കുന്ന ഈ വിഷം വിൽക്കുന്നതും വാങ്ങുന്നതും നിയമം മൂലമല്ല തടയേണ്ടത്, മനസാക്ഷി കൊണ്ട് തടയാൻ കരുത്ത് കാണിക്കണമെന്ന് ഞങ്ങൾ നിങ്ങളോട് യേശു കർത്താവിന്റെ സ്നേഹത്തിൽ വിനയത്തോടെ ഓർപ്പിക്കുകയാണ്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. ഇതാണ് ഇന്നത്തെ ചിന്ത. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. നിങ്ങൾക്കതിനെ നശിപ്പിക്കാൻ അവകാശമില്ല. അതിൽ നിങ്ങൾ മയക്കുമരുന്ന് കുത്തിവെക്കുന്നത് നിയമവിരുദ്ധമാണ്. അതിൽ നിങ്ങൾ കഞ്ചാവ് വലിച്ചു കയറ്റുന്നത് നിയമവിരുദ്ധമാണ്. അതിൽ നിങ്ങൾ ആൽക്കഹോൾ അടിച്ചു കയറ്റുന്നത് നിയമവിരുദ്ധമാണ്. നിങ്ങൾ വചനം അറിഞ്ഞില്ലെങ്കിൽ അറിഞ്ഞോളൂ. 1 കൊരിന്ത്യർ 3:16-17 ഇന്നത്തെ സന്ദേശം തീരാൻ പോകുന്നു. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും
ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. ഞാൻ നിങ്ങളെ ഭയപ്പെടുത്തുകയല്ല, സ്നേഹത്തിൽ പറയാം. ബൈബിളിന്റെ വാക്കുകൾ, ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. നാം ധരിച്ചു വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ മന്ദിരം എന്ന് പറയുന്നത് പള്ളിയാണെന്നാണ്, അല്ലേ? ക്ഷേത്രമാണെന്നാണ്, അല്ലേ? അല്ല. കേട്ടോ വാക്യം, നിങ്ങളാണ് മന്ദിരം. യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. നിങ്ങളാണ് ദൈവത്തിന്റെ മന്ദിരം.